ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത ജയം കിട്ടിയിരിക്കുകയാണ്. എന്താ പറയുക, ബാക്ക് ടു ബാക്ക് വിന്നിങ്, ബാക്ക് ടു ബാക്ക്, അതായത് ഒരു തിരിച്ച് വരവ് കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷവാനാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനങ്ങളോ വിജയങ്ങളോ നമുക്ക് കുറേ കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ, ഒരു ചെറിയൊരു തോന്നലാണ്. കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, ഡബിൾ ഹാപ്പിയാണ്, ട്രിപ്പിൾ ഹാപ്പിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്തു പറയണം, ലിവർപൂൾ പൊട്ടി. അതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. അത് അങ്ങോട്ട് ഇല്ലാണ്ടായി കിട്ടിയെന്നൊക്കെ പോയി, ഇല്ലാണ്ടായി തന്നെ പറയാം. കാരണം അണ്ണാക്കി തന്നെ കിട്ടി. സലേനെ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു സല ന്യൂനോ മെൻഡിസിൻ്റെ കൂടെ അങ്ങോട്ട് പോയി തോന്നുന്നുണ്ട്. പി എസ് ജി എന്താ പറയുക, അഡപ്പട്ടലാക്കിനല്ലോ ഓൾറെഡി. അപ്പോൾ ആ മെൻഡിസിൻ്റെ കൂടെ തന്നെ സല പോയി തോന്നി. ഇന്നലെ സല ഉണ്ടായിരുന്നില്ല. 0 ഷോട്ട്സ് 0 ഡ്രിബിൾസ് എന്തൊക്കെയോ സ്റ്റാറ്റൊക്കെ എന്തൊക്കെയോ കണ്ടിരുന്നു. ഫുൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളും കൂടി ജയിച്ചു. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, 2 ആഴ്ച നമുക്ക് ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ഒരു തിരിച്ചു വരവുള്ളത്. പിന്നെ ഇന്നലത്തെ കളിയിൽ ഒരു വിഷമം വന്നത്, അതായത് നല്ല ഹാപ്പി ആയിരുന്നു, ഒരു സാഡ് വന്നത് നമ്മുടെ ഹെവൻ്റെ കാര്യത്തിലാണ്. പാവം നല്ല എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ദ ടോപ്പ് പെർഫോമർ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. അത്രക്കും നല്ല കളിയായിരുന്നു. ചെക്കൻ തന്നെ, പുള്ളിക്കാരനൊന്നും പറയാൻ പറ്റില്ല. ചെറിയ പയ്യനല്ല അത്. കണ്ടിട്ടൊരു ആംഗിൾ പോലെയാണ് തോന്നുന്നത്. അതിൻ്റെ ഫർദർ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫർദർ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. സീസൺ ഔട്ടായിരിക്കുമോ ഇല്ലെങ്കിൽ ഈ 2 വീക്സ് കൊണ്ട് തിരിച്ചു വരുമോ എന്താണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു റിപ്പോർട്ട് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളി കഴിഞ്ഞിട്ട് കിങ് പവർ സ്റ്റേഡിയം റിട്ടേൺ ചെയ്ത് പോകുമ്പം പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ് മാത്രമാണ്, സ്ട്രക്ചറോ ക്രച്ചസോ കാര്യങ്ങളിലോ ഒന്നുമല്ല, നടന്നിട്ട് തന്നെയാണ് ഹെവൻ പോയത് എന്നുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് ഞാൻ കണ്ടത്. അങ്ങനെ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെ വരട്ടെ. കാരണം നമുക്ക് ലിച്ച പോയതിന് ശേഷം ലിച്ചയുടെ പകരക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹെവൻ വന്നത്. കാരണം അതേ സെയിം പൊസിഷൻ. പിന്നെ യോറോ ഉണ്ട് അവിടെ കളിക്കാൻ, ബട്ട് യോറോ ഇപ്പോൾ ഇഞ്ചേർഡ് ആണ്. യോറോയുടെ റിട്ടേൺ ഡേറ്റും കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വരാനായി. പക്ഷേ എന്നാലും നമുക്ക് ഹെവനെ മിസ്സാവലൊരു നല്ല മിസ്സായിരിക്കും. കാരണം അടിപൊളി കളിയായിരുന്നു. കഴിഞ്ഞ റിയൽ സൊസിഡാഡിൻ്റെ കൂടെ തന്നെ ആ ഹെവൻ ഡോർഗോ കോംബോ എല്ലാവരും കണ്ടതാണ്. ഇന്നലെയും ഹെവൻ ആ ബ്ലോക്കൊക്കെ 1-on-1 ബ്ലോക്കൊക്കെ പെനാൽറ്റി ബോക്സിൽ നിന്ന് അയ്യോ പൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റട്ടെ. ഇന്നലത്തെ കളി എടുത്ത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും നല്ലപോലെ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ കളിച്ചു. പിന്നെ നമുക്ക് എടുത്ത് പറയാം, ഹി ഈസ് ബാക്ക് ടു ഗോൾ സ്കോറിങ്. നമ്മുടെ ഹോയ്ലുണ്ട് ഒരു ഗോൾ അങ്ങനെ ആഫ്റ്റർ 13 പ്രീമിയർ ലീഗ് ഗെയിംസ്, 13 പ്രീമിയർ ലീഗ് ഗെയിമിന് ശേഷമാണ് ഹോയ്ലുണ്ടിന് ഒരു ഗോൾ അടിക്കാൻ പറ്റിയത് നമ്മുടെ ലീഗിൽ. ഭയങ്കര സന്തോഷമുണ്ട്. വെരി ഹാപ്പി ഫോർ ഹിം. ഹോൾ ടീം, എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ, കളി കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഹോൾ ടീം ഹോയ്ലൻഡ് ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സോസിഡാഡിൻ്റെ കൂടെ തന്നെ എല്ലാവരും എന്താ പറയുക, കഠിനമായ പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും ഹോയ്ലൻഡിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കണം. പക്ഷേ അതിൽ അവന് പറ്റിയില്ല. ഹോയ്ലൻഡിന് ഒരു അസിസ്റ്റാണ് കൊടുത്തത്. പക്ഷേ ഇന്നലെ നല്ലൊരു ഗോളായിരുന്നു, നല്ല ഫിനിഷ് ആയിരുന്നു. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. ഹോയ്ലൻഡിൻ്റെ അടുത്തുനിന്ന് ആയിക്കോട്ടെ, നമ്മുടെ പ്ലെയേഴ്സിൻ്റെ അടുത്തുനിന്നുള്ള ഒരു പ്രകടനം ഇത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്നലെ അത് കാണാൻ പറ്റി. സോസിഡാഡിൻ്റെ കൂടെയും അത് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഈ ഒരു കൺസിസ്റ്റൻറ്റ് ലെവലിൽ കീപ്പ് ചെയ്തിട്ട് ഈ ഒരു സീസൺ അങ്ങോട്ട് അവസാനിപ്പിക്കുക. നെക്സ്റ്റ് സീസണിൽ അമോറിമിനെ ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി വിൽ ഡു സം മാജിക്സ് മാൻ. ഹി വിൽ ഡു സം മാജിക്സ്. സത്യമാണ്. പിന്നെ ഇന്നലെ സിറിക്സി ഇതോ എന്താണ് തേണ്ടതോ കാര്യങ്ങളോ ഒന്നുമല്ല. സിറിക്സി, കസമീറോ ഇവർക്കൊക്കെ റെസ്റ്റ് കൊടുത്തതാണ്. കഴിഞ്ഞ കളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അമോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കസമീറോനെ കൊണ്ടൊക്കെ വെരി ടയേർഡാണ്. കാരണം കണ്ടിന്യൂസ് ഗെയിംസ് ആണ്. കാരണം ആ ടൈമിൽ നമുക്ക് ഉഗാർട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബംഗാളി തിരിച്ചു വന്നിട്ടുണ്ട്. മാനുവൽ ഉഗാർട്ടി തിരിച്ചു വന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട കളിക്കാരൻ ബ്രൂണോ ഫെർണാണ്ടസ്. അവനൊരു പുലിയാണ് ശരിക്ക്. ബ്രൂണോന് നമ്മളൊരു കപ്പ് നേടി കൊടുക്കണം. കാരണം അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അമോറിം തന്നെ പറഞ്ഞല്ലോ, അമോറിമിന് ഇപ്പോൾ ഒരു ബോധമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് നമ്മൾ യൂറോപ്പ ലീഗ് ഒന്നല്ല നമ്മുടെ വിഷൻ, നമ്മൾ പ്രീമിയർ ലീഗാണ്. പക്ഷേ കഴിഞ്ഞ യൂറോപ്പ ലീഗിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജയിക്കാൻ നോക്കും, കപ്പടിക്കാൻ നോക്കും, അതാണ് നമുക്ക് ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ഒരു വഴി. അത് തന്നെയാണ് വേണ്ടത്. എന്തായാലും ലീഗ് തീരുമാനമായി. ലീഗിൽ ഇനി റെലഗേഷനൊന്നും എന്തായാലും ആവില്ല. ഇങ്ങനെ തന്നെ പോവുക.
എന്നൊക്കെ തട്ടിമുട്ടി പോയി ജയിക്കാൻ പറ്റുന്ന കളിയൊക്കെ ജയിക്കുക. മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് യൂറോപ്പ ലീഗിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക. ലിയോണിൻ്റെ കൂടെയാണ് അടുത്ത ലെഗ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ 2nd വീക്ക് ആകുന്ന ഏപ്രിൽ 10 or 11 or 12 ആ ടൈമിൽ എങ്ങനെയാണ് കളി വരുന്നത്. അതിന് മുന്നേ നമുക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, അത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ട് അവയാണ് ഒരു കണക്ക് തീർക്കാനുണ്ട്. അവന്മാർ നമ്മളെ ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് പഞ്ഞിക്കെട്ടിൽ പോയതാണ്. ഒരു പണി കൊടുക്കണം. പിന്നെ ഡെർബി വരുന്നുണ്ട്, മാച്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ കളി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഗർനാച്ചോ ഓൾസോ ഡിസേർവ്സ് എ ഗോൾ യെസ്റ്റർഡേ. അത് എനിക്ക് ഭയങ്കര, കാരണം അവനും കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഗോൾ അടിക്കാൻ പറ്റാത്തതിൽ. ഇന്നലെ ആ ഒന്ന് അടിച്ച് അവനാ നമ്മുടെ അണ്ണൻ്റെ റൊണാൾഡോൻ്റെ സെലിബ്രേഷനൊക്കെ ഇട്ട് അത് വാറ് കൊണ്ടുപോയപ്പോൾ ഗർനാച്ചോയുടെ മുഖം കാണണമായിരുന്നു. അയ്യോ എന്തോ ഒരു വിഷമാണ് എന്നാ പറയുക. ഞാൻ വിചാരിച്ചു ഡൗൺ ആയി തീർന്നു. പക്ഷേ അപ്പം തന്നെ മിനിറ്റുകൾക്കകം തന്നെ പറയാം തിരിച്ചടിച്ചു. അതിലും നല്ലൊരു ഗോളാണ് അവൻ രണ്ടാമത് അടിച്ചത്. പൊളിയായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ഒരു നമ്മുടെ ഗർനാച്ചോ ഹോയ്ലൻഡൊക്കെ ഗോളുകൾ അടിച്ചിട്ട് കുറേയായി. നമുക്ക് അതാണ് വേണ്ടത്. ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു ഗോൾ ഡ്രൗട്ടും അവസാനിച്ചിട്ട് യുണൈറ്റഡിൻ്റെ അറ്റാക്കേഴ്സ് ഗോൾ ചെയ്യണം. കാരണം ഡിഫൻസ് ഇപ്പം അത്യാവശ്യം എന്നല്ല, നല്ല പോലെ സ്ട്രോങ് ആണ് ഡിഫൻസ്. നമ്മളിപ്പോൾ മാറി കാരണം പരിക്ക് കാരണമാണ്. ആകെ എനിക്ക് തോന്നുന്നു ഡിലൈറ്റും മസ്റൂയി സെൻറ്റർ ബാക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മസ്റൂയി അധികം സെൻറ്റർ ബാക്ക് കളിക്കാറുണ്ടായിരുന്നു. ഈ സെൻറ്റർ ബാക്സിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ ഈ റൊട്ടേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറിയാണ്. അത്രത്തോളം നമ്മുടെ പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൊട്ടേഷൻ നടത്താതെ അവിടെ വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷേ എന്നിട്ടും നമ്മുടെ ഡിഫൻസ് നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വോൾ അവിടെ നല്ലപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു അറ്റാക്കിംഗ് ആണ് ശോകമായിട്ടുള്ളത്. ബ്രൂണോ തന്നെ ഗോൾ അടിക്കേണ്ടി വരിക. ബ്രൂണോ മാത്രമേ നോക്കുന്നുള്ളൂ. ആ ഒരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഹോയ്ലുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്, ഗർനാച്ചോ തിരിച്ചു വന്നിട്ടുണ്ട്. പെർഫോമൻസിലായിക്കോട്ടെ, അസിസ്റ്റിലായിക്കോട്ടെ, ഗർനാച്ചോ ഒക്കെ എന്താ പറയുക അടിപൊളി. മറ്റേ ആ സെൽഫിഷ് ഒന്നുമല്ല. അവ സാധാരണ ആ ഒരു നമ്മുടെ റൈറ്റ് സൈഡിൽ കളിക്കാത്ത ഒരു പുള്ളിയാണ്. അവന് തീരെ ഇഷ്ടമല്ല. നമ്മുടെ ടെൻഹാഗിൻ്റെ സിസ്റ്റത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിലാവുമ്പം അവൻ ഭയങ്കര കളിയായിരിക്കും, റൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ കളിക്കുകയില്ല അങ്ങനത്തെ. പക്ഷേ ഇപ്പം ഈ അമോറിമിൻ്റെ അണ്ടറിൽ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് ഗർനാച്ചോനെ നമുക്ക് റൈറ്റിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അത് ഒരു നല്ലൊരു പോസിറ്റീവ് സൈനാണ്. കാരണം അവൻ നല്ലപോലെ അവിടെ കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് കളിക്കട്ടെ. ഇത് തന്നെ ഈ ഒരു ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും 0ലേക്ക് പോവാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റായി, നല്ല മിങ്കിളായി, പ്ലെയേഴ്സൊക്കെ ഒന്ന് അടിപൊളിയായിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് മേളിലോട്ട് തന്നെ പോട്ടെ, താഴോട്ട് വരാതെ മേളിലോട്ട് തന്നെ പോകണം. ആ ഒരു കൺസിസ്റ്റൻറ്റ് കീപ്പായിട്ട് പോട്ടെ. പിന്നെ ലെസ്റ്റർ സിറ്റിയാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയും ഇത്രമാത്രം തള്ളണോ, അതാണോ ഇതാണോ, ലെസ്റ്റർ സിറ്റി റിലഗേഷനിലുള്ളതാണ്, അവരുടെ കൂടെ ജയിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെയാണ് ജയിക്കുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ലെസ്റ്ററിൻ്റെ കൂടെയും ജയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി വരികയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പടികളായിട്ട് അമോറിമിൻ്റെ ആർമി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഫാൻസും കയറുകയാണ്. കാരണം അത്രത്തോളം ഈ വേൾഡിൽ തന്നെ ഇത്രത്തോളം എഫക്റ്റഡ് ആവുന്ന ഒരു ഫുട്ബോൾ ഫാൻസ് വേറെ ഉണ്ടാവില്ല. യുണൈറ്റഡിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് മുന്നേ വേറൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും കമൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ് പറഞ്ഞത്, 100% ആണ്. ഏതൊരു പൂച്ചക്കുട്ടീനോട് ചോദിച്ചാൽ പോലും പറയും. എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണൈറ്റഡിൻ്റെ ആരാധകർ മാത്രമായിരിക്കും. കാരണം അത്രയും എഫക്റ്റഡ് ആണ് നമ്മൾ. ഓരോ കളി കാണുമ്പോഴും എത്രത്തോളം മെൻ്റലി ഡൗൺ ആകുന്നുണ്ട് ആ കളി കാണുന്നത് നമ്മൾ യുണൈറ്റഡ് ഫാൻസിന് അറിയാൻ പറ്റും. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മുക്തമായിട്ട് വരികയാണെന്ന് തോന്നുന്നുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എത്രയും മുകളിലോട്ട് പോകാൻ പറ്റും അത്രത്തോളം നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റട്ടെ. അതിന് നമുക്ക് 2 ആഴ്ച ഇൻ്റർനാഷണൽ ബ്രേക്കാണ്, കളിയും കാര്യങ്ങളും നല്ല ശോകമായിരിക്കും, അറിയാം, കുറച്ച് ശോകമായിരിക്കും, അവസ്ഥയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അടുത്ത നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കളിയിലൂടെ കാണുന്നത് വരെ ബൈ.